ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഇംഗ്ലീഷ്, കൊറിയൻ സിനിമകൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു ആഗ്രഹം തോന്നാറില്ലേ? ഇതുപോലുള്ള സിനിമകൾ എന്നാ നമ്മുടെ നാട്ടിൽ ഇറങ്ങുക? ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞ കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൽക്കി. ബോക്സ് ഓഫീസിലൊക്കെ വാരി കൂട്ടാണ്ടായത് 1000 കോടിയുടെ മുകളിലാണ് സിനിമ വാരിക്കൂട്ടിയത്. അതിന് മാത്രമൊക്കെ ഈ സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ. എന്തായാലും ആ സിനിമ കാണാത്തവർക്കായിട്ട് അതിന്റെ ആ ഒരു കഥ ഞാൻ ചുരുക്കി പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. സോ തീർച്ചയായിട്ടും കണ്ടു നോക്ക്. അടിപൊളിയായിട്ടുള്ള വിഷ്വൽ ട്രീറ്റ് ആണ്, നല്ല കഥയാണ്. അപ്പൊ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകല്ലേ, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമ ആരംഭിക്കുന്നത് തന്നെ 6000 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന കുരുക്ഷേത്ര യുദ്ധം കാണിച്ചുകൊണ്ടാണ്. ആ യുദ്ധത്തിൽ കൗരവർ തോറ്റുപോയിട്ടുണ്ട്, പാണ്ഡവരാണ് വിജയസ്ഥാനത്ത്. തോറ്റുപോയ ഈ കൗരവരുണ്ടല്ലോ, ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അശ്വത്ഥമാവ്, അതായത് ദ്രോണാചാര്യരുടെ മകൻ. തോറ്റുപോയ ഈ ഒരു ദുഃഖം കാരണം ദ്രോണാചാര്യർ ഒരു കാര്യം ചെയ്യുകയാണ്. ഒരു ചെറിയ പുൽനാമ്പെടുത്തു. അദ്ദേഹത്തിന്റെ മാന്ത്രിക ശക്തിയാൽ ആ പുൽനാമ്പിനെ ഒരു ബ്രഹ്മാസ്ത്രമാക്കി മാറ്റുകയാണ്. പിന്നീട് അത് നേരെ പാണ്ഡവരുടെ കൊട്ടാരത്തിന് നേരെ അയക്കുകയാണ്, അവരുടെ എല്ലാ വംശവും ഇല്ലാതാവാനായിട്ട്. എന്നാൽ അവിടെ ശരിക്കും സംഭവിച്ചത് തന്റെ ഭർത്താവ് മരണപ്പെട്ട് വിഷാദത്തിലിരിക്കുന്ന അഭിമന്യുവിന്റെ ഭാര്യയായിട്ടുള്ള ഉത്തരയുടെ ദേഹത്തേക്കാണ്. അവര് ഗർഭിണിയായിരുന്നു. ബ്രഹ്മാസ്ത്രത്തിന്റെ ആ ഒരു പ്രഹരം ഏറ്റതുകൊണ്ട് തന്നെ അവരുടെ വയറ്റിലെ ആ ഒരു കുഞ്ഞ് അത് നഷ്ടമായി പോവാണ്. ഈ കാര്യം അറിഞ്ഞ ഭയങ്കര ദേഷ്യത്തില് കൃഷ്ണൻ അങ്ങോട്ടേക്ക് വരികയാണ്. ആ ഒരു യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ അശ്വത്ഥമാവിനെ ശിക്ഷിക്കുകയാണ്. എന്നാൽ ശിക്ഷ അതൊരു സാധാരണ ശിക്ഷയായിരുന്നില്ല. മരണം അവന് ചെറിയൊരു ശിക്ഷയാണ്. പകരം എന്താ കൊടുത്തേന്നറിയോ? കാലാകാലത്തോളം ചിരഞ്ജീവിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുക. എന്തു തന്നെ വന്നാലും അശ്വത്ഥമാവ് ഇനി മരണപ്പെടില്ല. തന്റെ തെറ്റ് മനസ്സിലാക്കിയ അശ്വത്ഥമാവ് കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഈ ശാപത്തിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? കൃഷ്ണൻ അപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട്, എന്റെ 10ാമത്തെ അവതാരമായിട്ടുള്ള കൽക്കി. ആ കുഞ്ഞ് ഒരമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ ആ അമ്മയും കുഞ്ഞിനെയും നീ പ്രൊട്ടക്ട് ചെയ്യുക. ഇപ്പൊ ഒരു കുഞ്ഞിനെയും അമ്മയും നീ കൊന്നില്ലേ, അതിന്റെ പരിഹാരം എന്നോണം ആ കലിയുഗത്തിനായിട്ട് നീ കാത്തിരിക്കുക. കലിയുഗം വരാനിരിക്കുന്നുണ്ട്. അത്രയും കാലം അവനു വേണ്ടി, കൽക്കിയുടെ അവതാരത്തിന് വേണ്ടി നീ കാത്തിരിക്കുക. ഇപ്പൊ തൽക്കാലം നിന്റെ നെറ്റിയിലെ ഈ കല്ല് ഞാൻ എടുക്കുകയാണ്. അശ്വത്ഥമാവിന്റെ പവർ തന്നെ ആ ഒരു കല്ലിലായിരുന്നു. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു. കൗരവര് തോറ്റു, പാണ്ഡവര് ജയിച്ചു. ഈ സംഭവം എല്ലാം കഴിഞ്ഞു. ഒരുപാട് വർഷങ്ങൾ കടന്നു പോവാണ്. നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടം ഉണ്ടല്ലോ, ടെക്നോളജി പരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ കാലഘട്ടം വരെ എത്തിക്കഴിഞ്ഞു. ലോകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ഏറ്റവും മോശാവസ്ഥയിലേക്ക് സ്ത്രീകളെ ഉപദ്രവിക്കുക, അവരെ അപമാനിക്കുക, കുഞ്ഞുങ്ങളെ വരെ കൊന്നുകളയുക. അതുപോലെ എല്ലാ ലോകരാജ്യങ്ങളുടെ കയ്യിലും ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉപയോഗിച്ച് അവസാനം നമ്മുടെ ഭൂമി ഒരു മരുഭൂമിയാക്കി മാറ്റുകയാണ്. ഒരു തരിമ്പ് പച്ചപ്പ് പോലും ഇന്ന് ഈ ഭൂമിയിലില്ല. അങ്ങനെ നമ്മുടെ ഈ കാലഘട്ടവും കഴിഞ്ഞ് 800 വർഷമായിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥ കലിയുഗം. കലി ജീവിക്കുന്ന, കലി അടക്കി വാഴുന്ന കലിയുഗം. അന്ന് ലോകത്തിന്റെ അവസ്ഥയൊക്കെ നോക്കി വറ്റി വരണ്ട് കിടക്കുകയാണ്, ഒരു മരുഭൂമിയെ പോലെ തന്നെ. അപ്പൊ അതിലൂടെ ഒരു വാഹനം പോകുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കാലഘട്ടവും കഴിഞ്ഞ് 800 വർഷങ്ങൾക്ക് ശേഷമാണ്. സോ ടെക്നോളജിക്കലി കുറച്ചൊക്കെ അഡ്വാൻസ് ആണ്. നിലം തൊടാതെ, അതായത് ടയറൊന്നും ഇല്ലാതെ പോകുന്ന ഒരു വാഹനമാണത്. ഒരുപാടധികം ദരിദ്രരായിട്ടുള്ള ആൾക്കാരാണ് ആ വാഹനത്തിലുള്ളത്. ഇവര് നേരെ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ അവശേഷിക്കുന്ന അവസാന നഗരത്തിലേക്കാണ് കാശി. ഒരു പിരമിഡ് തലകീഴായി വെച്ചതുപോലെയുള്ള ആ ഒരു വലിയ നഗരം ഉണ്ടല്ലോ, ഭൂമിയിലെ അവസാനത്തെ നഗരം. അതിലേക്കാണ് ഭൂമിയിലുള്ള എല്ലാ സ്വത്തും ഊറ്റിയെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് കുടിക്കാനായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഈ ലോകത്തിലില്ല. ഇപ്പൊ ഇവർ പോകുന്ന വാഹനത്തിൽ ഒരു അപ്പൂപ്പനുണ്ട്, റൂമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ കൂട്ടത്തിൽ തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. എന്നാൽ അവനെ കണ്ട സമയത്ത് തന്നെ റൂമിക്ക് ഒരു കാര്യം മനസ്സിലായി, അതൊരു പെൺകുട്ടിയാണെന്ന്. പക്ഷെ ആൺകുട്ടിയുടെ വേഷത്തിൽ അവനങ്ങനെ നടക്കുകയാണ്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. മാത്രമല്ല ഈ അപ്പൂപ്പനോട് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ആ ഒരു കുട്ടി ചോദിക്കുകയാണ്. അതിനുള്ള സമയമായതുകൊണ്ട് എന്ന് ഈ അപ്പൂപ്പൻ പറയാണ്. കാരണം 6000 വർഷങ്ങൾക്ക് മുന്നേ ആകാശത്തിൽ വന്ന ആ ഒരു നക്ഷത്രം അതിപ്പോ ആകാശത്ത് വന്നിട്ടുണ്ട്. ആരൊരാൾ വരാൻ പോകുന്നുണ്ട്. ആ ആളെ തേടിയാണ് റൂമി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അവസാനം ഇവരങ്ങോട്ടേക്ക് എത്തുകയാണ്. എങ്ങോട്ടേക്ക്? ഭൂമിയിലെ ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള നഗരം കാശിയിലേക്ക്. ഒരു വലിയ നഗരം തന്നെ. അവിടെ ആരാ ഉള്ളതെന്ന് ഈ അപ്പൂപ്പനോട് ഈ കുട്ടി ചോദിച്ചപ്പോ അവിടെയാണ് മോളെ 200 വർഷം പ്രായമുള്ള ആ രാക്ഷസനുള്ളത്, സുപ്രീം യാസ്കിൻ. ഇതേ നേരം അങ്ങോട്ടേക്ക് കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന പെൺകുട്ടികളെ മാത്രം അവർ വേർതിരിച്ചെടുക്കുകയാണ്. ആ പറയുന്ന വലിയ ബിൽഡിങ്ങിന്റെ പേരാണ് കോംപ്ലക്സ്. ആ കോംപ്ലക്സിന്റെ ഉള്ളിലേക്ക് ഇതുപോലുള്ള പെൺകുട്ടികൾ ആവശ്യമാണ്. അതുകൊണ്ട് പെൺകുട്ടികളെ മാത്രമായിട്ട് ഇവർ തട്ടിയെടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇപ്പൊ വന്ന് ഈ അപ്പൂപ്പൻ ഉണ്ടല്ലോ മറ്റൊരു രഹസ്യ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ഇവരൊക്കെ ഒരു തരം റിബൽസ് ആണ്. അതായത് ഈ ഒരു സുപ്രീം യാസ്കിനെ എതിർക്കുന്ന റിബൽസ്, കൽക്കിയുടെ വരവിനായിട്ട് കാത്തിരിക്കുന്ന റിബൽസ്. ഇവരെല്ലാവരും വരുന്നത് ശംബാല എന്നൊരു നാട്ടിൽ നിന്നാണ്. ഈ കാശിയിലുള്ള പട്ടാളക്കാർക്കും സുപ്രീം യാസ്കിനും അയാളുടെ പട്ടാളക്കാർക്കും എവിടെയാണ് ഈ ശംബാല എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ഇവരെല്ലാവരും ഒളിച്ചു താമസിക്കുന്നത്. അവിടെ തന്നെ ഇവരുടെ ലീഡർ ആയിട്ടുള്ള മറിയുണ്ട്, അതായത് നമ്മുടെ ശോഭനയാണ്. ഇവരുടെ എല്ലാവരുടെയും ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് പ്രകാരം ഈ അടുത്ത് തന്നെ കൽക്കി ജനിക്കാൻ പോവാണ്. സോ ഗർഭിണിയായിട്ടുള്ള എല്ലാ സ്ത്രീകളിലും ആ ഒരു കൽക്കിയെ ഇവർ തേടുകയാണ്. അതെങ്ങനെ ഇവർക്ക് മനസ്സിലാവാന്ന് വെച്ചാൽ, ഇപ്പൊ വന്ന് ഈ റൂമി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ കയ്യിലൊരു കല്ലുണ്ട്. ആ കല്ല് കൽക്കി ജനിക്കാൻ പോകുന്ന ആ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് തിളങ്ങും. ഇപ്പൊ ഇവരിങ്ങോട്ടേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുപോകും
കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ അടുത്തേക്ക് കല്ല് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കല്ല് തിളങ്ങുന്നില്ല. അതായത് കൽക്കി ഉള്ളത് ഈ വയറ്റിലല്ല. ഇതേ സമയത്ത് ഇവിടെ സുപ്രീം യാസ്കിന്റെ പട്ടാളക്കാർ വരികയാണ്, ഇവരെ ആക്രമിക്കുകയാണ്. ഇതിനിടയിൽ റൂമിയുടെ കയ്യിൽ നിന്നും ആ ഒരു കല്ല് നഷ്ടമാകുന്നുണ്ട്. അത് ആ ഒരു കുട്ടിയുടെ കയ്യിൽ കിട്ടുകയാണ്. അതായത് ആൺവേഷം കിട്ടിയ ആ ഒരു പെൺകുട്ടിക്ക്. അവൾ എന്തിനാ ഈ വേഷം കിട്ടി നടക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അവിടെ വെച്ച് വലിയൊരു യുദ്ധം തന്നെ നടക്കുകയാണ്. ആ യുദ്ധത്തിൽ റൂമിയുടെ ആൾക്കാർ തോറ്റുപോവാണ്. ഒരുപാട് പേരെ കൊന്നു കളഞ്ഞു. ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഗർഭിണിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ അടക്കം നേരെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടേക്കാണ്? കോംപ്ലക്സിന്റെ ഗേറ്റിന്റെ മുന്നിലേക്ക്. അവിടെ ഒരുപാട് പട്ടിണി പാവങ്ങൾ നിൽക്കുകയാണ് അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാൻ വേണ്ടി. കാരണം അതിന്റെ ഉള്ളിൽ സ്വർഗം പോലെയാണ്. അങ്ങനെ ആ ഒരു വലിയ കവാടം തുറന്നുകൊണ്ട് സുപ്രീം യസ്കിന്റെ കമാൻഡർ പുറത്തേക്ക് വരുന്നുണ്ട്. കൂടെ തന്നെ വലിയൊരു സിംഹല്ല, സൈബർ ടൂത്ത് തോന്നുന്നു. സോ അതുപോലെ ഒന്ന് വരുന്നുണ്ട്. ഇപ്പൊ റൂമി എന്ന് പറഞ്ഞ അപ്പൂപ്പൻ, ഗർഭിണിയായിട്ടുള്ള ഈ പെൺകുട്ടി രണ്ടുപേരോടും ചോദിക്കുകയാണ്, എവിടെയാണ് ശംബാല, എവിടെയാണ് റിബൽ? സത്യം പറഞ്ഞു. എന്നാൽ ജീവൻ പോകുന്ന അവസ്ഥ വന്നിട്ടും ഇവർ ആ ഒരു കാര്യം പറയുന്നില്ല. മാത്രമല്ല പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് ഒരു ഹണ്ടർ വരികയാണ്. അവനാണ് ശരിക്കും ഈ ഒരു സൂമിയെല്ലാം പിടിച്ചു കൊടുത്തത്. കാരണം എന്തിനാണെന്നറിയോ? ഇതുപോലെ ഒരുപാട് റിബൽസിന് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ ഒരു കോംപ്ലക്സിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. അതായത് 10 മില്യൺ യൂണിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പൈസ വേണം. ആ കാലഘട്ടത്തിൽ കോംപ്ലക്സിൽ പൈസക്ക് പറയുന്ന കാര്യമാണ് യൂണിറ്റ്സ് എന്ന്. എന്തൊക്കെയായിട്ടും അവിടെ വെച്ചിട്ട് കമാൻഡർക്ക് എവിടെയാണ് ശംബാല എന്ന് റൂമിയുടെ വായിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞില്ല. ആ ദേഷ്യത്തിന് ആ മനുഷ്യൻ ഉപദ്രവിക്കുകയാണ്. എന്നാൽ മരിക്കുമെന്ന് ഉറപ്പായപ്പോ തന്നെ ആ ഒരു മനുഷ്യൻ വാണിംഗ് കൊടുക്കാണ്, നീയെല്ലാം നോക്കിക്കോ, നിന്റെ അടിവേര് തന്നെ ഇളക്കും, അവൻ വരും എന്നൊക്കെ പറയുമ്പോൾ പുച്ഛത്തോടു കൂടിയിട്ട് കമാൻഡർ നോക്കുകയാണ്, ആരാടാ ഈ അവൻ? ഈ സമയത്ത് റൂമി പറയാണ്, എല്ലാ മതങ്ങളിലും എല്ലാ ഗ്രന്ഥങ്ങളിലും അവനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത് പല പേരുകളിലാണ്. തീർച്ചയായിട്ടും അവൻ വരും, കൽക്കി. മുഴുവനായിട്ടും പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇപ്പൊ റൂമി ഇവര് വെടിവെച്ച് കൊന്നുകളയാണ്. ഈ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതരം ഡിവൈസിലൂടെ മറിയം കാണുന്നുണ്ട്. അതായത് ശംബാലയുടെ ഇപ്പോഴത്തെ ഉടമ. വിഷമത്തോട് കൂടിയിട്ട് ഇത് നോക്കി നിൽക്കുകയല്ലാതെ അവർക്ക് വേറൊരു നിവൃത്തിയില്ല. മാത്രമല്ല ആ ഒരു ഹണ്ടർ ഉണ്ടല്ലോ, അവനിക്കൊന്നും ഇനിയും ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവനോട് പറയാണ്, ഇനിയും ഇതുപോലെ റബൽസിനെ കൊണ്ടുപോവാ, ഓരോ തലയ്ക്കും 5000 യൂണിറ്റ്സ് വെച്ച് തരാന്ന്. സോ ഭയങ്കര ഇൻട്രസ്റ്റ് ഇവൻ ചാടി ഇറങ്ങുകയാണ്. ഇതേ സമയം ശംബാലയിൽ കാണിക്കുകയാണെങ്കിൽ മറിയത്തിനെ പോലെ തന്നെ വേറെയും ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഇവരെല്ലാവരും വലിയൊരു മരത്തിനരികിലാണ്. കാരണം എന്താണെന്നറിയോ? ആ മരത്തിൽ ഒരു ഇച്ചിരിയെങ്കിലും പച്ചപ്പ് ഉണ്ടാവോ എന്ന് കാത്തിരിക്കുകയാണ് അവർ. ആർക്കും പ്രതീക്ഷയില്ല. എന്നാൽ മറിയം പറയാണ്, കാത്തിരിക്കുക, എന്തായാലും അത് ഉണ്ടാവും. ഇവിടെ സീൻ കെട്ടായി അടുത്ത സീന് മുതലാണ് നമ്മുടെ നായക കഥാപാത്രം, അതായത് ഭൈരവ, പ്രഭാസിനെ കാണിക്കാൻ പോകുന്നത്. ആ റിബൽസിന്റെ കൂട്ടത്തിൽ നിന്നും 2 പേര് ഇപ്പോൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനും അതുപോലെ തന്നെ നമ്മൾ കണ്ട ആ ഒരു കുട്ടിയും. അവന്റെ കയ്യിലാണ് കേട്ടോ ഇപ്പൊ ആ ഒരു കല്ലുള്ളത്. ഇവർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ പിന്നാലെ ആ ഒരു ഹണ്ടർ വരികയാണ്. എന്നാൽ അവർക്ക് മുന്നേ ആയിട്ട് ഈ റിബലിന്റെ കയ്യിൽ ഒരു ലോക്ക് വന്ന് വീഴാണ്. അതിട്ടത് ഭുജിയാണ്. ഭുജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൈരവയുടെ AI. നല്ല ഉറക്കത്തിലായിരുന്ന ഭൈരവയെ ചാടി എഴുന്നേൽപ്പിക്കുകയാണ്. പോയി പിടിക്കടാ, പോയിട്ട് പൈസ ഉണ്ടാക്കാന്ന് ഈ ഭുജി തന്നെ അവനോട് പറയാണ് കേട്ടോ. ബേസിക്കലി നമ്മുടെ ഭൈരവ ഒരു മടിയനാണെങ്കിലും നല്ല അസാധ്യ പോരാളിയാണ്. എന്തായാലും വന്ന ആ റിബൽസുമായിട്ട് നല്ല പോരാട്ടം നടത്തുന്നുണ്ട്. അവസാനം ഈ റിബലിനെ അവൻ അറസ്റ്റ് ചെയ്ത് അവന്റെ വണ്ടിയിലാക്കുകയാണ്. അതായത് ഭൈരവൻ ഒരു നല്ല ആളൊന്നുമല്ല. അവൻ ഒരേ ഒരു ലക്ഷ്യം, എങ്ങനെയെങ്കിലും 1 മില്യൺ യൂണിറ്റ്സ് ഉണ്ടാക്കണം, എന്നിട്ട് നേരിട്ട് അങ്ങോട്ട് കോംപ്ലക്സിലേക്ക് പോകണം. അതല്ലാതെ അവന്റെ ഉള്ളിൽ വേറൊരു ആഗ്രഹമില്ല. അവൻ ജീവിക്കുന്നത് തന്നെ ഈ കോംപ്ലക്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടാ. പക്ഷേ റിബൽ ആ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചെങ്കിലും നമ്മൾ ആ ഒരു കുട്ടിയെ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. അവള് രക്ഷപ്പെട്ടു പോയി. ഇതിന് ശേഷമാണ് സുപ്രീം യാസ്കിന്റെ ആ ഒരു കോംപ്ലക്സിന്റെ ഉൾഭാഗം കാണിക്കുന്നത്. വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. ഇവർ ഈ പിടിച്ചു പോകുന്ന പെൺകുട്ടികളൊക്കെ എന്താ കാണിക്കുന്നതെന്ന് അറിയോ? അവർക്ക് വലിയൊരു ലാഭുണ്ട് അവിടെ. പിടിച്ചു വരുന്ന പെൺകുട്ടികൾ ചെറുതാണോ വലുതാണോ എന്നൊന്നുമില്ല. ഇവരുടെ ഗർഭപാത്രത്തിലേക്ക് ഒരു പ്രത്യേകതരം ഫോർമുല ഇഞ്ചെക്ട് ചെയ്യും. അവരെ പ്രഗ്നന്റ് ആക്കും. പിന്നീട് 150 ദിവസം കഴിയുന്ന പെൺകുട്ടിയുടെ വയറ്റിൽ നിന്നും ആ ഒരു കുഞ്ഞിനെ വലിച്ചെടുത്ത് ഒരു സിറം ഉണ്ടാക്കും. ആ സിറമാണ് സുപ്രീം യാസ്കിന് വേണ്ടത്. സോ ആ ഒരു പരീക്ഷണമൊക്കെ എന്തായി എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ കമാൻഡർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ സയന്റിസ്റ്റുകൾ പറയാണ്, പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒരു സ്ത്രീയും ഇതുവരെയായിട്ട് 150 ദിവസം തികഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ സയന്റിസ്റ്റുകളൊക്കെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുകയാണ് കമാൻഡർ. മാത്രമല്ല സുപ്രീം യാസ്കിൻ ഇന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട്. പോകുന്ന സമയത്ത് ഏതെങ്കിലും കൂടുതലായിട്ട് പ്രഗ്നൻസി നിലനിർത്തിയ, അതായത് ഇവർ കൊടുക്കുന്ന ഒരു ഫോർമുല അത് ഭയങ്കര കഠിനാന്ന് ഈ ഒരു സയന്റിസ്റ്റ് പറയുന്നുണ്ട്. സാധാരണ ഒരു മനുഷ്യ സ്ത്രീയുടെ വയറ്റിൽ ഇതുപോലൊരു ഫോർമുല വളരില്ല. അപ്പൊ അങ്ങനെ ഒരു കേസിലാണ് 150 ദിവസം ഇതുപോലൊരു കുഞ്ഞിനെ വയറ്റിലിട്ട് കിടക്കുന്ന ഒരു കുട്ടിയെ വേണമെന്ന് ഈ സുപ്രീം യാസ്കിൻ വാശി പിടിക്കുന്നത്. ഇതേ നേരം തന്നെ 90 ദിവസമായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ വയറെന്തായാലും എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുമെന്ന് പറയാണ്. അങ്ങനെ ആ ഒരു പെൺകുട്ടി ഒരു മെഷീൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. അതിക്രൂരമായിട്ട് തന്നെ അവളുടെ വയറ്റിലേക്ക് ഒരു മെഷീൻ ഘടിപ്പിച്ച് അവളുടെ വയറ്റിൽ ആ ഒരു കുഞ്ഞിനെ അവർ ഊറ്റിയെടുക്കുകയാണ്. ഒരു ചെറിയ ഗ്ലാസ് ബോട്ടിലേക്ക് ആ സ്ഥലത്തിന്റെ ചെറിയ തുള്ളികൾ വരികയാണ്. ഇതിനുശേഷം ആ പെൺകുട്ടിക്ക് എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ അവൾ അതിൽപ്പെട്ട് മരിച്ചു പോകും. പിന്നീട് ആ ഒരു പെൺകുട്ടിയെ കൊണ്ടിടുന്നത് ഒരു തീച്ചൂളയിലേക്കാണ്. അതുപോലെ ഒരുപാടധികം പെൺകുട്ടികളെ ഈ കാര്യമൊക്കെ ആര് കാണുന്നുണ്ട്? ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന SUM80 എന്നൊരു ലേഡി കാണുന്നുണ്ട്. ദീപിക പഡ്കോന്റെ ക്യാരക്ടറാണ്. തൽക്കാലം നമുക്ക് ഷോർട്ടായിട്ട് S80 എന്ന് വിളിക്കാം. S80യുടെ വയറ്റിലും ഇതുപോലെ തന്നെ ഒരു കെമിക്കൽ ഫോർമുല നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ അവൾ ഇതുവരെയായിട്ടും പ്രഗ്നന്റ് ആയിട്ടില്ല. അങ്ങനെ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളെ നോക്കുന്ന ജോലിയാണ് ഇതുപോലെ കറുത്ത വസ്ത്രം ധരിച്ച സ്ത്രീകൾ ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പൊ ഒരു സെറം കിട്ടിയല്ലോ, അതുമായിട്ട് പോകാൻ നിൽക്കുമ്പോൾ ആ സയന്റിസ്റ്റിന് ഈ സുപ്രീം യാസ്കിനെ ഒന്ന് കാണണമെന്ന് പറയാണ്. സോ ഇയാളെയും കൂട്ടിയിട്ട് കമാൻഡർ നേരെ മറ്റൊരാളുടെ അടുത്തേക്ക്
അടുത്തേക്ക് എത്തുന്നുണ്ട്. കണ്ടാൽ തന്നെ ഒരു ഇച്ചിരി റൗഡായിട്ടുള്ള ഒരാളാണ് കൗൺസിലർ ബാണിക്ക് മാത്രമേ സുപ്രീം യാസ്കിന്റെ അടുത്ത് പോകാനുള്ള പെർമിഷൻ ഉള്ളൂ. ഇയാളോട് ചോദിച്ചിട്ട് വേണം ഇവർക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അങ്ങനെ ഇവർ വലിയൊരു ശില്പത്തിന്റെ കയ്യിൽ കയറിയിട്ട് ഒരു ലിഫ്റ്റ് പോലെ അത് വർക്ക് ആവുന്നുണ്ട് നേരെ മുകളിലേക്ക്, അതായത് സുപ്രീം യാസ്കിൻ ഇരിക്കുന്ന കോംപ്ലക്സിലെ തന്നെ ഏറ്റവും ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് ഇവർ കയറി ചെല്ലുകയാണ്. അറ്റ് ലാസ്റ്റ് സുപ്രീം യാസ്കിൻ അയാൾ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അറയിലേക്ക് ഇവർ വന്നിട്ടുണ്ട്. ആ സുപ്രീം യാസ്കിൻ, ആ രാക്ഷസൻ, 200 വർഷമായിട്ട് ജീവിക്കുന്ന ആ രാക്ഷസൻ, അത് മറ്റാരുമല്ല നമ്മുടെ ഉലക നായകൻ കമലഹാസൻ സാറാണ്. ആ ലുക്ക് തന്നെ നിങ്ങളൊന്ന് നോക്കിയേ. ഇന്ത്യൻ സിനിമയിൽ ഇതുപോലൊരു വില്ലനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചുമ്മാതല്ല, അദ്ദേഹത്തിനെ തന്നെ വില്ലനായിട്ട് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നേ. കാരണം നായകനേക്കാളും ടോപ്പ് നോച്ചിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം ആ വില്ലൻ. എന്തായാലും ഇവരിപ്പോ ഇങ്ങോട്ടേക്ക് വന്നപ്പോ 90 ദിവസം താണ്ടി ഒരു പെൺകുട്ടിയുടെ സിറവുമായിട്ടാണ് വന്നിരിക്കുന്നത്. വന്ന പാട് തന്നെ ഈ സയന്റിസ്റ്റ് ചോദിക്കുന്നുണ്ട്, സാർ എന്താണ് ആ ഒരു സിറം, എന്താണ് ഇതിന് ഇത്ര പവർ? എന്നാൽ ഇതേ സമയത്ത് തന്നെ കമാൻഡർ മിണ്ടാതിരിക്കാൻ പറയാണ്. പെട്ടെന്ന് തന്നെ ഇവർ കൊണ്ടുവന്ന ആ ഒരു സിറം ഉണ്ടല്ലോ, സുപ്രീം യാസ്കിന്റെ ആ ഒരു റോബോട്ടിന്റെ കൈ വന്നിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ആ സിറം കയറ്റി വെക്കുകയാണ്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എന്തോ വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ട് സുപ്രീം യാസ്കിൻ ആ ഒരു വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞു എന്താ സംഭവിക്കുന്നതെന്ന് കൗൺസിലർ ബാണി, കമാൻഡർ, ആ ഒരു സയന്റിസ്റ്റ്, ഇവർക്ക് 3 പേർക്കും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് പൊന്തി വരികയാണ് സുപ്രീം യാസ്കിൻ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് എന്നെ ഒരാളെ കൊല്ലാൻ നോക്കുന്നത്, അതിന്റെ ആവശ്യം നിനക്ക് എന്താന്ന് പറഞ്ഞിട്ട് നേരെ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതായത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ സിറത്തിന്റെ ബോർഡിൽ അയാൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ലോകത്തെ മുഴുവനായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാക്ഷസനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് സയന്റിസ്റ്റ് അങ്ങനെ ചെയ്തത്. എന്നാൽ ഏറ്റവും വേദന, അത്രയും ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് ആ സയന്റിസ്റ്റിനെ സുപ്രീം യാസ്കിൻ അവിടുന്ന് കൊന്നുകളയാണ്. മാത്രമല്ല പിന്നീട് കൗൺസിലർ ബാണിയോടും കമാൻഡറോടും ഈ സിറം ഉണ്ടല്ലോ, ഇത് ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് ഒരു കുഞ്ഞുണ്ടായി 150 ദിവസം വരെ അതിനെ പിടിച്ചു നിർത്താൻ കേൾപ്പുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പറയാണ്. മാത്രമല്ല ആ സയന്റിസ്റ്റ് മരിക്കുന്ന സമയത്ത് അയാളോട് ചോദിക്കുന്നുണ്ട്, നീ വന്നപ്പോ പറഞ്ഞില്ലേ എന്താണ് ഈ സിറം, അത് നിനക്ക് അറിയണമെന്നുണ്ട്, ഞാൻ പറയട്ടെ അതെന്താണെന്ന്. ഒരു പുതിയ ലോകം, മറ്റൊരു മഹാപ്രപഞ്ചം തന്നെ ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ഇത് പറഞ്ഞിട്ട് ആ സയന്റിസ്റ്റിനെ കൊന്ന് ആ വെള്ളത്തിലേക്ക് ഇട്ട് നേരെ വീണ്ടും ധ്യാനത്തിലേക്ക് പോയിരിക്കുകയാണ് സുപ്രീം യാസ്കിൻ. യാസ്കിന് വേണ്ടത് ഒരേ ഒരു കാര്യമാണ്, 150 ദിവസം കുഞ്ഞിനെ വയറ്റിൽ പേറുന്ന ഒരമ്മയെ. എന്ന് ഇവരാരും അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. S18 അവൾ ഓൾറെഡി പ്രഗ്നന്റ് ആണ്. അവളുടെ ഒരു സുഹൃത്ത് രഹസ്യമായിട്ട് ഈ ഒരു കാര്യം അറിയാണ്. എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർ ഈ ഒരു കാര്യം അറിയാത്തത്? അത് മറച്ചു വെക്കാനായിട്ട് S80 പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. വയറെല്ലാം ഇറുക്കി കെട്ടിവെച്ചിട്ട്. ഇതേ സമയത്ത് ഈ രഹസ്യം മനസ്സിലാക്കി അവളുടെ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, ഇത് എത്ര ദിവസമായിന്ന്. നോക്കുമ്പോ എന്താ 150 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അവള് പറയാണ്, നീ എന്തിനാ ഇത് മറച്ചു വെക്കുന്നേ, നിനക്ക് ഇവിടെ ഒരു മഹാറാണിയെ പോലെ ജീവിക്കാൻ പറ്റില്ലേ? അതൊന്നുമല്ല, 150 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ വേഗം എക്സ്ട്രാക്ട് ചെയ്തിരിക്കും, ഉടനടി അവള് മരിക്കുകയും ചെയ്യും. ഈ കാര്യം അറിയുന്നത് കൊണ്ടാണ് SUM80 ഈ കാര്യം മറച്ചു വെക്കുന്നത്. ഇവിടെ സീൻ കട്ടായി വീണ്ടും കോംപ്ലക്സിന്റെ പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. അവിടെയാണല്ലോ നമ്മുടെ ഭൈരവ് ഉള്ളത്. അവൻ നേരത്തെ റിബലിൽപ്പെട്ട ആ ഒരു പയ്യനെ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു പയ്യൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്ര നല്ലൊരു ഫൈറ്റർ അല്ലേ, നിങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഭൈരവ, ഞാൻ നിങ്ങളുടെ ആരാധകനാണ്. കുറച്ച് സമയമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൂടെ ഒന്ന് നിന്നൂടെ, ഈ ദുഷ്ടന്മാരിൽ നിന്നും പാവങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് എന്ന്. ഈ സമയത്ത് ഭൈരവ് പറയാണ്, അങ്ങനെയൊന്നുമില്ല, ഈ ലോകത്തിൽ സർവൈവ് ചെയ്യണമെങ്കിൽ സെൽഫിഷ് ആകണം. ഇവിടെ വെച്ചാണ് ഭൈരവയുടെ കഥ കാണിക്കുന്നത്. ഒരു യുദ്ധത്തിനിടയിലാണ് ആ കുഞ്ഞിനെ, അതായത് ഭൈരവ കുഞ്ഞായിരിക്കുമ്പോൾ ക്യാപ്റ്റന് അവന്റെ ആ ഒരു ബോഡി കിട്ടുന്നത്. ആ ക്യാപ്റ്റൻ മറ്റാരുമല്ല, നമ്മുടെ ദുൽഖറാണ്. ദുൽഖർ നല്ലൊരു യുദ്ധവീരനാണ് കേട്ടോ. മാത്രമല്ല ഇതുപോലെ ഈ കോംപ്ലക്സിലെ പട്ടാളക്കാരുമായിട്ട് എതിർത്ത് പോരാടുന്ന റിബൽസിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. അങ്ങനെ ദുൽഖറിന്റെ ഈ ഒരു കഥാപാത്രത്തിന് ചെറുപ്പത്തിൽ ഭൈരവയെ കിട്ടിയാണ്. അദ്ദേഹമാണ് പിന്നീട് ഭൈരവയെ വളർത്തിയതും പോരാട്ടങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തതും. എന്നാൽ ഈ ക്യാപ്റ്റൻ ഒരു ദുശീലുണ്ടായിരുന്നു, ചൂതാട്ടം. ചൂതാടി എല്ലാം നശിപ്പിച്ചു. അവസാനം കുഞ്ഞായിരിക്കുന്ന ഭൈരവയെ തന്നെ പണയ വസ്തുവായിട്ട് വെക്കുകയാണ്. അതായത് ഈ ഒരു ഭൈരവയെ വേറെ ആൾക്കാർ കൊണ്ടുപോകും എന്ന അവസ്ഥ വന്നപ്പോൾ ഭൈരവ് എന്താക്കി, ക്യാപ്റ്റനെ ഒറ്റുകൊടുത്തു. കോംപ്ലക്സിലെ പട്ടാളക്കാർ വന്നിട്ട് ക്യാപ്റ്റനെ കൈയോടെ പിടിച്ചു കൊണ്ടുപോവാണ്. കാരണം എന്താ, ഇതുപോലെയുള്ള ആൾക്കാർ റിബൽസിനെ കോംപ്ലക്സിലെ പട്ടാളക്കാർക്ക് വേണം. എന്നാൽ പോവാൻ നേരത്ത് ഈ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, ഭൈരവയെ നോക്കിയിട്ട് ചീത്തയൊന്നും പറയുന്നില്ല, നീ ചെയ്തതാണ് ശരി. ഈ ലോകത്തിൽ സർവൈവ് ചെയ്യണമെങ്കിൽ സെൽഫിഷ് ആയിരിക്കണം. നീ നിന്റെ കാര്യം മാത്രം നോക്കുക. ഇനിയും അങ്ങോട്ട് ഇങ്ങനെ തന്നെയായിരിക്കണം, സെൽഫിഷ് ആയിട്ട് ജീവിക്കുക. അപ്പൊ ആ ഒരു കാര്യം ഭൈരവയുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് കേട്ടാ. മാത്രമല്ല റിബലായിട്ടുള്ള ആ ഒരു പയ്യനോട് പറയണ, അതുകൊണ്ട് എന്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായം പ്രതീക്ഷിക്കേണ്ട. ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭൈരവയെ കാണാനായിട്ട് അവന്റെ പഴയ കാമുകി വരുന്നുണ്ട്, റോക്സി. ഈ റോക്സിയെ പറ്റിച്ച് കുറേയധികം യൂണിറ്റ്സ് അവളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. അവളുടെ കയ്യിൽ നിന്നില്ല, വേറെയും കുറെ പലിശക്കാരുണ്ട്. എല്ലാവരും വന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. എന്നാൽ ഭൈരവ് പറയണ, എല്ലാവർക്കും യൂണിറ്റ്സ് തിരിച്ചു തരും, ഞാൻ തരും. ഇപ്പൊ റോക്സി പറയണ, ഇവനെ പച്ച വെള്ളത്തെ വിശ്വസിക്കാൻ പറ്റില്ല, ഇവൻ നിങ്ങളെ പറ്റിക്കും. റോക്സി, ഞാൻ നിന്നെ പറ്റിക്കില്ല, നിനക്ക് എന്തായാലും ഞാൻ ആ ഒരു യൂണിറ്റ്സ് തരും. ഇപ്പൊ റോക്സി പറയണ, ഇനിയിപ്പോ നിന്റെ യൂണിറ്റ്സ് ഒന്നും വേണ്ട, ഞാൻ പോവുകയാണ്. എങ്ങോട്ടേക്കാന്ന് ചോദിച്ചപ്പോ കോംപ്ലക്സിലേക്ക്. അവിടെ റോക്സിക്ക് എന്തോ ഈ ക്ലീൻ ചെയ്യുന്നതോ ഈ മെക്കാനിക്കൽ പരമായിട്ടുള്ള എന്തൊക്കെയോ ജോലി കിട്ടിയിട്ടുണ്ട്. അവളപ്പോ അങ്ങോട്ടേക്ക് പോകണം. ഇത് കേട്ടപ്പോ നമ്മുടെ ഭൈരവയുടെ കണ്ണങ്ങട് മഞ്ഞളിച്ചു. അവളുടെ കാല് വരെ പിടിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം, എന്നെയും കൂടെ ഒന്ന് കൂടെ കൊണ്ടുപോകുന്നു. അങ്ങനെ അവസാനം പറഞ്ഞ് റോക്സി സമ്മതിക്കുകയാണ്. കാരണം അവന്റെ ജീവിതത്തിന്റെ എയിം തന്നെ ഈ കോംപ്ലക്സിന്റെ ഉള്ളിലേക്ക് കയറി അവിടെ ജീവിക്കലാണ്. അങ്ങനെ റോക്സിയുടെ കൂടെ ഭൈരവ നേരെ കോംപ്ലക്സിന്റെ ആ ഒരു ഗേറ്റിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അത്രയും സെക്യൂർ ആണ്, ഓരോരുത്തരും ആരാണെന്ന്
നിരീക്ഷിക്കും. നമ്മുടെ റോക്സിയുടെ ആ ഒരു ഗ്യാപ്പിലാണ്, അതായത് അവളുടെ പരിചയക്കാരൻ എന്ന രീതിയിലാണ് ജോലിക്കായിട്ട് ഭൈരവ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ ഈ കയറുന്ന സമയത്ത് എത്ര മണിക്കൂർ ഇവരിവിടെ നിൽക്കണം എന്ന് വരെ വളരെയധികം കാൽക്കുലേറ്റഡ് ആണ്. സോ അങ്ങോട്ടേക്ക് വന്ന് ഇവർക്കായിട്ട് കൊടുത്ത ആ ഒരു ജോലിയെല്ലാം ഇവർ ചെയ്യാൻ നിൽക്കുമ്പോൾ ഭൈരവ് പറയണ റോക്സി നീ ഇങ്ങോട്ടേക്ക് വാ, ആകെ കുറച്ച് നേരമേ ഉള്ളൂ, ആ സമയത്ത് ഇവിടെ ജോലി ചെയ്ത് നിൽക്കണം. എന്തായാലും ആ ഒരു കോംപ്ലക്സിന്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ അത് അതിവിശാലായിരുന്നു കേട്ടോ. ഇന്നുള്ള ഏതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിറ്റിയേക്കാൾ വളരെയധികം അഡ്വാൻസ് ആയിട്ടുള്ള മറ്റൊരു നിർമ്മിതി തന്നെ. സത്യം പറഞ്ഞാൽ ഭൂമിയിലെ മറ്റൊരു സ്വർഗം. ഭൂമിയെ നരകമാക്കിയിട്ടാണ് ഇതുപോലൊരു സ്വർഗം ഉണ്ടാക്കിയെടുത്തത്. ഒരു തരി പോലും ജലം ഈ ഭൂമിയിൽ ഇല്ലാന്ന് പറഞ്ഞല്ലേ, എങ്ങനെ ഉണ്ടാവുക? നിങ്ങൾ ആ ഒരു കോംപ്ലക്സിന്റെ പല ഭാഗങ്ങളൊന്നും നോക്കിയേ. കാരണം ഭൂമിയിലെ എല്ലാ പ്രകൃതി സമ്പത്തും കൂടെ അതിന്റെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റി വെച്ചിരിക്കുകയല്ലേ. അവിടെ ഉണ്ടായിരുന്ന പലയധികം പഴങ്ങള്, പൂക്കൾ, ഇതെല്ലാം വളരെ അത്ഭുതപ്പെടുത്താണ് ഇവര്. നമ്മുടെ ഭൈരവ് ആദ്യമായിട്ടൊരു മറ്റേ ഈ മുസംബി ഉണ്ടല്ലോ, ഇത് കണ്ട സമയത്ത് ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയാതെ അതിന്റെ തൊലി കടിച്ചു നിന്നാണ്. ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് തന്നെ. പരമാവധി അവൻ ആ ഒരു കോംപ്ലക്സിന്റെ മുകൾ ഭാഗം എൻജോയ് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഈ സ്ഥലത്ത് വെച്ചിട്ട് അവനെ പൊക്കാതിരിക്കോ, പൊക്കുകയാണ്, അതുപോലെ തന്നെ എടുത്ത് പുറത്തേക്ക് എറിയുന്നുണ്ട്. ഇവിടെ സീൻ കെട്ട ഈ അടുത്ത സീനില് കൗൺസിലർ ബാണിക്കായിട്ട് ഒരു സംഭവം കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പുരാതനമായിട്ടുള്ള ഒരു വലിയ അസ്ത്രം. അതുപോലെ S80 ദീപിക പട്കോണിന്റെ ആ ഒരു പ്രഗ്നൻസി പരമാവധി ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി കൂട്ടുകാരോട് പറഞ്ഞല്ലോ, അവള് ചതിച്ചു കേട്ടോ. അവൾ ഈ ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരനോട് പറഞ്ഞു. സോ ഇവര് രണ്ടുപേരും കൂടിയിട്ട് നമ്മുടെ S80യെ പൊക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇതേ സമയത്ത് നമ്മൾ നേരത്തെ ഒരു കുട്ടിയെ കണ്ടായിരുന്നല്ലോ, ആ കുട്ടി ഇപ്പൊ എവിടെയുള്ള? അതിന് ഈ ഒരു ഹണ്ടേഴ്സ് പിടിക്കാൻ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കാശി ആ നഗരെല്ലാം വിട്ട് പുറത്തേക്ക് ഓടുകയാണ്. അവള് പോകുന്ന വഴിക്ക് ഒരു ഗുഹയിലേക്ക് അവൻ വീഴുന്നുണ്ട്. ഈ കുട്ടിയെ നമുക്ക് അവനോ അവളോ എന്ത് വേണമെങ്കിലും വിളിക്കാം, കാരണം കോലം വെച്ച് അവനാണ്, എന്നാൽ ശരിക്കും അവനൊരു പെൺകുട്ടിയാണ്, വേഷം മാറി നടക്കുന്നതേ ഉള്ളൂ. അവനെ പിടിക്കാനായിട്ട് തന്നെ അവന്റെ പിന്നാലെ ഒരു റോബോട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് അവൻ ഈ ഒരു മരുഭൂമിയിലേക്ക് ഓടി വന്ന് ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് വീഴുന്നത്. എത്ര രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും ആ ഒരു കുട്ടിയെ ഈ റോബോട്ട് പിടിക്കുകയാണ്. ആ സമയത്താണ് ആ ഗുഹയിലുണ്ടായിരുന്ന ഒരു വല്ലാത്തൊരു അഴകിയതുപോലുള്ള ഒരു രൂപം അത് എഴുന്നേറ്റ് വരികയാണ്. ആ കുട്ടി ഈ റോബോട്ടിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ്. പക്ഷെ അറിയില്ല അതാരാണെന്ന്. ഇതേ നേരം തന്നെ S18 അവളെ അവളുടെ ആ ഒരു കൂട്ടുകാരി ചതിച്ചല്ലോ, അതുകൊണ്ട് തന്നെ അവളെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് കമാൻഡർ ആ ഒരു മിഷീന്റെ ഉള്ളിൽ കൊണ്ടേയിരുത്തി. ആ സമയത്തെല്ലാം S80 കരഞ്ഞു പറയുന്നുണ്ട് എന്നെ കൊല്ലരുതേ കൊല്ലരുതേന്ന്. അങ്ങനെ അവളുടെ ദേഹത്ത് ആ ഒരു മിഷീൻ കണക്ട് ചെയ്തേ ഓർമ്മയുള്ളൂ. അവിടുത്തെ ഒരു സിസ്റ്റം മുഴുവനായിട്ടും എന്തൊക്കെയോ ഒരു തകരാറും ഒരു ഓഫ് ആവുകയാണ്. ഈ ഒരു കാര്യം മുകളിലുണ്ടായിരുന്ന കൗൺസിലർ ബാണി അറിയുന്നുണ്ട്. ഇയാൾ എടുത്തുകൊണ്ടുവന്ന ആ ഒരു അസ്ത്രം ഉണ്ടല്ലോ, അതിലും എന്തൊക്കെയോ ഒരു തിളക്കം പോലെ. അതുപോലെ തന്നെ ആ ഒരു ഗുഹയിൽ കിടക്കുന്ന ആ വൃദ്ധൻ അത് മറ്റാരുമല്ല, അശ്വാത്മാവ് തന്നെ. കഥയുടെ ആരംഭത്തിൽ കൃഷ്ണന്റെ ശാപം കിട്ടി ചിരഞ്ജീവിയായിട്ട് ജീവിക്കുന്ന ആ അശ്വാത്മാവ് തന്നെ. ആ ഒരു സിഗ്നൽ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു വൈബ്രേഷൻ അത് ഈ ഒരു അശ്വാത്മാവിനും അറിയാൻ കഴിയുന്നുണ്ട്. അവൻ കൽക്കി വന്നു കഴിഞ്ഞു. എവിടുക്കാ വന്നത്? S80യുടെ വയറ്റിലുള്ള ആ ഒരു കുഞ്ഞ്, അത് മറ്റാരുമല്ല, അത് തന്നെയാണ് കൽക്കി. എക്സ്ട്രാക്ഷൻ പൂർണ്ണമായിട്ടില്ല. അതിനു മുന്നേ തന്നെ പെട്ടെന്ന് ആ ഒരു മിഷീന്റെ ഉള്ളിൽ നിന്നും തീക്കുണ്ടത്തിലേക്ക് S80നെ വലിച്ചെറിയപ്പെടുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന അവളുടെ കൂട്ടുകാരി അതിന്റെ ഉള്ളിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തുകയാണ്. സത്യം പറഞ്ഞാൽ ആ കൂട്ടുകാരി അവളെ ചതിക്കുകയായിരുന്നില്ല, പകരം S80നെ രക്ഷപ്പെടുത്താൻ ഇതല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തിക്കൊണ്ട്, അവളും ഒരു റിബലാണ് കേട്ടോ. സോ അവളുടെ ആ ഒരു ജീവൻ തന്നെ പണയപ്പെടുത്തിക്കൊണ്ട് ഇപ്പോ S80നെ ജീവൻ രക്ഷപ്പെടുത്തുകയാണ്. പോകാനായിട്ടൊരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോയിക്കോ, നിന്നെ കാത്ത് അവിടെ ആളുണ്ട് എന്ന് പറയാണ്. ഇവിടെ സീൻ കട്ടായി വീണ്ടും പ്രഭാസിന്റെ ഭൈരവയെ കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആള് ഭയങ്കര അലസനാണ്. ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, എങ്ങനെയെങ്കിലും യൂണിറ്റ്സ് പൈസ ഉണ്ടാക്കി കോംപ്ലക്സിന്റെ ഉള്ളിലേക്ക് കയറുക. മാത്രമല്ല ഈ ഭൈരവ ബുജി ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ടാണ് കേട്ടോ. അവളാണ് എല്ലാ കാര്യങ്ങളും ഭൈരവയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ബുജി എന്ന് പറഞ്ഞാൽ ഒരു AI ഇൻസ്ട്രുമെന്റ്, അത്രേ ഉള്ളൂ. അവന്റെ ആ ഒരു കാർ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ബുജിയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഒരു കൈനോട്ടക്കാരൻ അവന്റെ ഈ ലക്ഷണവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയണം, ഭൈരവ നിന്റെ ഭാവി മാറാൻ വേണ്ടി പോവാണ്. ആഹാ അടിപൊളിയാണല്ലോ, എന്നാ പിന്നെ ഒരു തടസ്സവും കൂടെ ഉണ്ടെന്ന് ഇയാൾ പറയുമ്പോൾ ഒന്ന് പോടാ ഫ്രോഡ് എന്ന് പറഞ്ഞിട്ട് ഭൈരവ അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ രക്ഷപ്പെടാനായിട്ട് S18 അവൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ വലിയൊരു ഈ തീയെല്ലാം തുപ്പുന്ന ഒരു ഹോളിലൂടെ വേണം അവൾക്ക് പോകാനായിട്ട്. ഇപ്പൊ പോവാൻ ഭയാവുകയാണ്. മാത്രമല്ല ആ ഹോളിന്റെ പുറത്തായിട്ട് ഒരു 3 ആൾക്കാര് എന്തോ ഒന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ്. കാരണം S18നെ രക്ഷപ്പെടുത്തിയ ആ കൂട്ടുകാരി ഉണ്ടല്ലോ, അവളുടെ പേര് ലില്ലി എന്നാണ്. ലില്ലി ഇവർക്കൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അവിടെ വന്ന് വെയിറ്റ് ചെയ്യണമെന്ന്. സോ അതനുസരിച്ചാണ് ഇവർ അവിടെ വന്ന് നിൽക്കുന്നത്. വീരൻ, കൈറ, അതുപോലെ തന്നെ അച്ചു. ഇവരങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു S18 ഈ ഒരു ഹോളിലൂടെ പാസ്സാവുന്നത്. പാസ്സായ അതേ നിമിഷം തന്നെ ഒരുപാട് തീ അങ്ങോട്ടും ഇങ്ങോട്ടും തുപ്പാൻ തുടങ്ങുകയാണ്. എന്തൊക്കെയോ അവിടെ സംഭവിക്കുകയാണ്. ഈ ഒരു കാര്യം അശ്വാത്മാവിനും ഫീൽ ആവുന്നുണ്ട് കേട്ടോ. മാത്രമല്ല നമ്മുടെ ആ ഒരു കുട്ടിയുണ്ടല്ലോ, റയ എന്ന് അവളുടെ പേര്, അവളുടെ കയ്യിൽ ആ ഒരു കല്ലുണ്ടല്ലോ അതിപ്പോ കിടന്ന് തിളങ്ങാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് അശ്വാത്മാവ് അത് കണ്ടു. ഈ കല്ല് നിനക്ക് എവിടുന്നാ കിട്ടിയെന്ന് പറയാണ്. അവള് വേഗം അത് ഒളിപ്പിക്കാൻ നോക്കുമ്പോഴേക്കും അശ്വാത്മാവ് അതെടുത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു നെറ്റിയിൽ വെക്കുകയാണ്. മാത്രമല്ല ആ തീ തുപ്പുന്ന കുഴലിനുള്ളിലൂടെ ഒരു കുഴപ്പമില്ലാതെ ഇപ്പൊ S18 പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് അവിടെ ഉണ്ടായിരുന്ന വീരൻ, കൈറ, അച്ചു ഇവര് 3 പേരും കാണുകയാണ്. ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എന്തൊരു അത്ഭുതം ഇത്. മാത്രമല്ല ഈ പുറത്തേക്ക് വന്നതിന്റെ ആ ഒരു സിഗ്നലും കാര്യങ്ങളൊക്കെ അശ്വാത്മാവിനും കിട്ടിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു ദൗത്യം ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. ആ അമ്മ, ആ കുഞ്ഞ് രണ്ടിനെയും പ്രൊട്ടക്ട് ചെയ്യേണ്ട ചുമതല അശ്വാത്മാവിനാണ്. ആ ഒരു ചുമതല നിറവേറ്റിയാൽ മാത്രമേ അശ്വാത്മാവിന്റെ ശാപം പോവുള്ളൂ.
ഇതേ നേരം തന്നെ വീരൻ, കൈറ, അജു ഇവര് 3 പേരും നമ്മുടെ SUM-18 കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയല്ലോ. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഇവർക്ക് വരെ അറിയില്ല ഇതാരാണ്, എന്തിനാ അവര് രക്ഷപ്പെടുത്തുന്നേ. സോ വീരന് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ മറിയം പറഞ്ഞതാണ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കൈറയാണെങ്കിലും വന്നിട്ട് S-80യോട് ഭയങ്കര കമ്പനിയാണ്. അവരുടെ കയ്യിൽ ആ ഒരു പച്ച കുത്തിയതുണ്ടല്ലോ SUM-18. സോ അതിനൊന്ന് അവള് മോഡിഫൈ ചെയ്തിട്ട് ഒന്ന് സുമതി എന്നാക്കാണ്. സോ ഇനി മുതൽ നമുക്ക് S-18നെ സുമതി എന്ന് വിളിക്കാം. S-80ക്ക് അവളുടെ പേര് പോലും അറിയില്ല, അവൾക്ക് പേര് തന്നെയില്ല. അവൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇതേ കോംപ്ലക്സിലാണ്. മാത്രമല്ല ഈ സുമതിയും നമ്മുടെ ഈ ഒരു കൈറയും തമ്മിൽ ഭയങ്കരമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് വരികയാണ്. മാത്രമല്ല കൈറയുടെ പാർട്ട്ണറാണ് ഈ അജു കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഇവരുടെ ഒരു വാഹനത്തിനെ ഫോളോ ചെയ്തുകൊണ്ട് യാസ്കിന്റെ പട്ടാളക്കാർ വരികയാണ്. തന്ത്രപൂർവ്വം ഇവരെ ഒന്ന് കബളിപ്പിച്ച് പിന്നീട് അവരെ ആക്രമിച്ച് ഇവർ വീണ്ടും രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും ഇവർ സൂചന കൊടുത്തു കഴിഞ്ഞു. അതായത് ഇനി ഇവരുടെ പിന്നാലെ ഒരുപാട് വേട്ടക്കാർ വരാൻ തുടങ്ങും. അതുപോലെ തന്നെ ഒരുത്തൻ വരുന്നുണ്ട്. നമ്മുടെ കൈറയാണെങ്കിൽ ഭയങ്കര ധൈര്യമായിട്ടുള്ള ഒരു പെണ്ണാണ് കേട്ടോ. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് കൈറിപ്പ ചാടി ഇറങ്ങുകയാണ്. നല്ല ഗംഭീര റോള് തന്നെയാട്ടോ അന്നാബെന്നിന് ഈ ഒരു സിനിമയിൽ കിട്ടിയിരിക്കുന്നത്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഉഗ്രനായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളി റോള് തന്നെ. ഇതിനിടയിൽ ആ ഒരു ഹണ്ടർ ഇവരുടെ ഈ ഒരു വാഹനത്തിലേക്ക് കയറുകയാണ്. അജുവിനെ അവൻ ചവിട്ടി ബോധം കെടുത്തിയിട്ട് ഇപ്പോ നമ്മുടെ സുമതിയെ പിടിക്കാൻ നോക്കാണ്. അപ്പോഴേക്കും നമ്മുടെ കയർ ഉള്ളിലേക്ക് വന്നു. അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടർ അന്നാബെൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ ഇവൻ നമ്മുടെ സുമതിയെ പിടിക്കാൻ നിൽക്കുമ്പോൾ ഇവന് തള്ളി പുറത്തേക്കിട്ട് ഭയങ്കര സാഹസികമായിട്ടുള്ള ഒരു കാര്യം തന്നെ കയറി ചെയ്യാൻ നിൽക്കുകയാണ്. അവളുടെ ജീവൻ തന്നെ കൊടുത്തുകൊണ്ട് അവളൊരു ചാവേറാകുവാണ് സുമതിയെ രക്ഷപ്പെടുത്താനായിട്ട്. അവന് വലിച്ചു പുറത്തേട്ടു. അതുപോലെ തന്നെ കൈറയും അവൻ വലിച്ചു പുറത്തേക്ക് ഇടുകയാണ്. കൈറ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബ് ഇപ്പൊ സുമതിയെ നോക്കിയിട്ട് ഒരു ആറ്റ പൊട്ടിക്കലാണ് കേട്ടോ. അവളും അതുപോലെ തന്നെ ആ ഒരു ഹണ്ടറും ആ ഒരു ബ്ലാസ്റ്റിൽ മരിച്ചുവാണ്. എന്നാൽ ഈ ഒരു കാര്യം നേരിട്ട് കണ്ട നമ്മുടെ അജു ആണെങ്കിൽ വല്ലാതെ ഷോക്കായി പോകുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ നിലവിൽ നമ്മുടെ സുമതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് യാസ്കിന്റെ പട്ടാളക്കാർ മാത്രമല്ല ഭൈരവയും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭൈരവ എത്തുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ടേക്ക് വന്ന പട്ടാളക്കാർ അവിടെ വെച്ച് അജുവിനെ കൊന്നുകളയാണ്. മാത്രമല്ല ഇപ്പൊ ആകെ ജീവനോടുള്ളത് വീരനും പിന്നെ നമ്മുടെ സുമതിയാണ്. ഇപ്പൊ സുമതിയെ ഇവര് പിടിക്കാൻ നോൽക്കുന്ന അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഒരാൾ എത്തുന്നുണ്ട്. ഇനിയാണ് കളികൾ കാണാൻ പോകുന്നത്. വന്ന ആള് മറ്റാരുമല്ല നമ്മുടെ റേയുടെ മുന്നിൽ കൂടെ അശ്വാത്മാവ് തന്നെ. യുദ്ധം തുടങ്ങാൻ സമയമായെന്ന് റേ പറഞ്ഞപ്പോ ഇത് യുദ്ധമല്ല, യുദ്ധത്തിന് മുന്നേ ഉള്ള വെറും ഒരു ആയുധ പരിശീലനം മാത്രമാണ്. പിന്നെ താഴേക്കിറങ്ങി വന്ന അശ്വാത്മാവ് അദ്ദേഹത്തിന്റെ കയ്യിലൊരു വടിയുണ്ട്. ആ വടി അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരന്റെയാണ് കേട്ടോ. ആ വടിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കൂട്ടുകാരന്റെ ഓർമ്മയ്ക്കായിട്ട് അതിപ്പോഴും ഈ അശ്വാത്മാവ് സൂക്ഷിച്ചു വെക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, അശ്വാത്മാവ് എന്ന് വെച്ചാൽ നല്ല ഹൈറ്റുള്ള ജിയന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എല്ലാത്തിനെയും മാട്ടിച്ച് തെറിപ്പിച്ച് കളയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഭൈരവ് വരുന്നത്. ഭൈരവിയും കുറച്ചധികം പട്ടാളക്കാരെ അടിച്ചു വീഴ്ത്തുന്നുണ്ട്. അവന് വേണ്ടത് എന്താണ്? സുമതിയാണ്. രക്ഷപ്പെടുത്താനൊന്നുമല്ല, നേരെ യാസ്കിന് കൊണ്ടേ കൊടുത്ത് അവൻ ആ ഒരു കോംപ്ലക്സിന്റെ ഉള്ളിലേക്ക് കയറണം. സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് സംഭവിക്കും? സുമതിയെ രക്ഷപ്പെടുത്താനായിട്ട് 6000 വർഷം കാത്തിരുന്ന അശ്വാത്മാവും ഭൈരവിയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണ്. കിടിലം പോരാട്ടം എന്ന് പറയാം. അതായത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഭൈരവ അശ്വാത്മാവുമായിട്ട് പോരാടുകയാണ്. അതായത് അവന്റെ കാലിൽ പറക്കുന്ന ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അശ്വാത്മാവിനെ നോക്കുകയാണെങ്കിൽ അപാരമായ ശക്തി, ഒരു വലിയ ജിയന്റ് ആയിട്ടുള്ള മനുഷ്യൻ. അതായത് ഭൈരവിയുടെ മുന്നിൽ അശ്വാത്മാവ് നിൽക്കുകയാണെങ്കിൽ അവന്റെ 2 ഇരട്ടി പൊക്കമുണ്ട് ഈ അശ്വാത്മാവിന്. പിന്നെ അങ്ങോട്ടേക്ക് എന്ന് വെച്ചാൽ കിടിലം ഫൈറ്റ് ആണ്. അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ സിനിമ നിർബന്ധമായിട്ട് കാണണം കേട്ടോ. അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. പക്ഷേ ഈ ഒരു ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു പോകും, നമ്മുടെ ഈ ഭൈരവ നായകൻ തന്നെയാണോ? കാരണം അശ്വാത്മാവിന്റെ കൈ നിന്ന് അടി നിന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ ടെക്നോളജി അദ്ദേഹത്തിന്റെ മുന്നിൽ ഉപയോഗിച്ചിട്ടും അവന് ജയിക്കാൻ കഴിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ ബാണിയുടെ അടുത്തേക്ക് കമാൻഡർ മാനസ് ചെന്നിട്ടുണ്ട്. മാനസ് നാട്ടോ ഈ കമാൻഡറുടെ പേര്. അതായത് ഇതുപോലെ 150 ദിവസം താണ്ടി ഒരു പെൺകുട്ടി നമ്മുടെ അരികിൽ തന്നെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നീ അത് മനസ്സിലാക്കിയില്ല? അവൾ എവിടെ? അവളിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഒരു സിറം എവിടെയെന്നൊക്കെ ബാണി ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അവളെ കിട്ടിയില്ല. പക്ഷേ സിറം എക്സ്ട്രാക്ട് ചെയ്തതിൽ ഒരൊറ്റ തുള്ളി കിട്ടിയെന്ന് പറയാണ്. മാത്രമല്ല എത്ര വെടിവെച്ചാലും ചാവാത്ത ഒരു 8 അടി പൊക്കമൊന്നുമല്ല, ഒരു വലിയൊരു രാക്ഷസം വന്നിട്ട് എല്ലാവരും ആക്രമിക്കുകയാണ്. വെടിവെച്ചിട്ടൊന്നും ചാവുന്നില്ല. ഇപ്പൊ ബാണി ചോദിക്കുകയാണ്, അവന്റെ നെറ്റിയിൽ എന്തെങ്കിലും കല്ല് പോലെ എന്തെങ്കിലും കണ്ടായിരുന്നോ? ആ ഒരു കല്ലുണ്ട് എന്ന് പറയാണ്. ഒരു ലൈറ്റ് പോലെ അത് കാണുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് കൗൺസിലർ ബാണി ഞെട്ടിത്തരിച്ചു പോവാണ്. അങ്ങനൊന്ന് കണ്ടോ? അതാരാണെന്ന് കൗൺസിലർ ബാണിക്ക് മനസ്സിലായി. അശ്വത്ഥാത്മ ഈ കാലഘട്ടത്തിൽ ജനിച്ചവനേയല്ല. അതുപോലെ തന്നെ 2-3 പോയിന്റ് കൗൺസിലർ ബാണി പറയുന്നുണ്ട്. അശ്വാത്മാവ് തിരിച്ചു വന്നിരിക്കുന്നു. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ആ ഒരു സിറം ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ 150 ദിവസം താണ്ടുന്നു. ദൈവങ്ങളുടെ പ്രസൻസ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നിർമ്മിക്കപ്പെട്ട ഈ ആയുധം ഗാന്ധീവം, അതിലൊരു എനർജി കാണുന്നു. അതിന്റെ കറുത്ത് എന്താണ്? എന്തോ സംഭവിക്കാൻ പോവാണ്. അവൻ ജനിക്കാൻ പോവാണ്. ഒരിക്കലും അവൻ ജനിക്കാൻ പാടില്ല. ജനിച്ചു കഴിഞ്ഞാൽ സുപ്രീം യാസ്കിന് അത് ആപത്താണ്. സുമതിയെ കണ്ടുപിടിക്കുക, അവളെ കൊല്ലുക. ആ ഒരു ഓർഡർ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുകയാണ്. അത് ചെയ്യുന്നവന് ഡയറക്റ്റ് ആയിട്ട് 1 ടൈം സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞതുപോലെ ഈ കോംപ്ലക്സിലേക്ക് കയറാം എന്നുള്ള ഒരു ഓഫറും കൊടുക്കാൻ പറയാണ്. അടുത്ത സീനിൽ സുമതിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന വീരനെ കാണിക്കുകയാണ്. അവരിപ്പോ ഒരു വലിയ മലയുടെ മുകളിലേക്കാണ് ചെല്ലുന്നത്. ആ വണ്ടിയിൽ തന്നെ അശ്വാത്മാവിന്റെ കൂടെ വന്ന ആ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, റേ ഉണ്ട് കേട്ടോ. അവളിപ്പോ ഒരു സ്ഥലത്ത് കണ്ടപ്പോ നിങ്ങൾ ഇനി വണ്ടി മുന്നോട്ടേക്ക് കൊണ്ടല്ലേ അവിടെ ചെന്ന് ഇടിക്കുന്നു പറഞ്ഞപ്പോ ഈ വീരൻ ഇതൊന്നും നോക്കാതെ ആ ഒരു വലിയ വളവും താണ്ടി ഒരു പാറയിലേക്ക് കൊണ്ടുപോയിട്ട് വണ്ടി ഒരൊറ്റ ഇടിപ്പിക്കലാണ്. ഇടുക്കിയാണെന്ന് എല്ലാവർക്കും തോന്നും. എന്നാൽ ആ പാറയുടെ ഉള്ളിലാണ് ഹൈഡ് ആയിട്ട്
കിടക്കുന്ന ശംബാല എന്ന ഒരു വലിയ സ്ഥലമുള്ളത്. സോ ഇതുപോലെ ഹൈഡാക്കി വെച്ചതുകൊണ്ട് തന്നെയാണ് ശംബാലയെ കോംപ്ലക്സിലുള്ള ആർക്കും കാണാൻ കഴിയാത്തത്. അങ്ങോട്ടേക്ക് ഇപ്പൊ സുമതിയുമായിട്ട് ഇവർ വരികയാണ്. മാത്രമല്ല കൂടെ തന്നെ നമ്മുടെ അശ്വാത്മാവ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് മറിയം വരികയാണ്. ഇവരെ സ്വീകരിച്ചിരുത്താൻ വേണ്ടി പറയാണ്. ആ സമയം തന്നെ അവിടെ ഒരു മഴ പെയ്യാണ് കേട്ടോ. ഒരിക്കലും തെളുക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു മരം ഉണ്ടല്ലോ, അത് തെളുക്കുകയാണ്. ഇതൊരു ശുഭസൂചനയാണ്. മാത്രമല്ല അദ്ദേഹം വരാൻ പോവുകയാണ്. ഇവിടെ സീൻ കേട്ടായി അടുത്ത സീനിൽ ഭൈരവയെ കാണിക്കുകയാണ്. അശ്വാത്മാവിനോട് ഫൈറ്റ് ചെയ്ത് തോറ്റ് തുന്നം പാടി കിടക്കുന്ന അവനെ ഇപ്പോ കമാൻഡർ മാനസിന്റെ ആൾക്കാർ വന്നിട്ട് പൊക്കിയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല അവനൊരു ഉഗ്രം പണിഷ്മെന്റ് കിട്ടിയിരിക്കുകയാണ്. ഇത്രയും കാലമായിട്ട് അവൻ സമ്പാദിച്ച എല്ലാ യൂണിറ്റ്സും അവർ സീസ് ചെയ്യാണ്. മാത്രമല്ല കോംപ്ലക്സിലേക്ക് ഇനി ഒരിക്കലും അവന് കയറാൻ പറ്റാത്ത രീതിയിൽ അവനെ ബാൻ ചെയ്യാണ്. ഇത് കേട്ട സമയത്ത് ഭൈരവ ആകെ തകർന്നു പോകുന്നുണ്ട് കേട്ടോ. എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് ഭൈരവ അവന്റെ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവന്റെ ആ ഒരു ഭുജിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആകെ തകർന്ന് തരിപ്പണായിട്ടുണ്ട്. അതിനെയും പെറുക്കിയെടുത്തുകൊണ്ടാണ് ഭൈരവ അവന്റെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ തന്നെയാണ് റിബലായിട്ടുള്ള ആ ഒരു പയ്യനും ഉള്ളത്. സോ ഭൈരവയ്ക്ക് അവന്റെ എല്ലാ സ്വപ്നങ്ങളും ഇല്ലാതായി കഴിഞ്ഞു. ഭയങ്കരമായിട്ട് ടയേർഡായി കിടക്കുകയാണ്. ഇതേ സമയത്ത് ആ ചെറുക്കനോട് പറയുന്നുണ്ട്, നീയെങ്കിലും പോയിട്ട് രക്ഷപ്പെട്ടോടാന്ന്. പക്ഷെ ശരിക്കും സംഭവിച്ചത് അതല്ല. നമ്മുടെ ഭൈരവയെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇത് കമാൻഡർ മാനസ് കണ്ടു. ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു കമാൻഡറിന്റെ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്തതിന് ഇവൻ ആജീവനാന്തമായിട്ട് ബാൻ ചെയ്തിരിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഭൈരവ് പറയാണ്, കമാൻഡർ നിങ്ങൾ കവളം വേണമെങ്കിൽ നിങ്ങൾ എന്നെ കൂടെ ചേർക്കുക, ഉറപ്പായിട്ട് ഞാൻ ആ ഒരു സുമതിയെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ട് തരുന്നു പറയാണ്. ഈ സമയത്ത് കമാൻഡർ പറയാണ്, എന്നാൽ ഞാൻ എന്റെ കൈ പിടിച്ചുകൊണ്ട് നിന്നെ കോംപ്ലക്സിലേക്ക് കൊണ്ടുവരുമെന്ന്. അതായത് ഭൈരവയ്ക്ക് പണിഷ്മെന്റ് കിട്ടിയിട്ടില്ല, അവൻ തളർന്നിട്ടില്ല, അവൻ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ സീൻ കേട്ടായി അടുത്ത സീനിൽ ഇപ്പൊ ശംബാലയിൽ കാണിക്കുകയാണ്. അജു നേരത്തെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല, വെടിയേറ്റ് കിടന്നായിരുന്നു. ചികിത്സിച്ച് ഇപ്പൊ അവനെ ഭേദമാക്കിയിട്ടുണ്ട്. സോ ഈ സ്ഥലത്ത് രക്ഷപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാരും സമാധാനത്തോടു കൂടി ജീവിക്കുകയല്ല, എല്ലാവരുടെ ഉള്ളിലും ഒരുപാട് വിഷമങ്ങളുണ്ട്. സോ അവര് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ഇപ്പോൾ നമ്മുടെ സുമതി ഉണ്ട് കേട്ടോ. എന്നാൽ സുമതിക്ക് അവളുടെ ഉൾക്കാഴ്ചയിലൂടെ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാടധികം ജഡങ്ങൾ, മരണങ്ങൾ, ശംബാലയും നശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ദയനീയമായിട്ട് തന്നെ സുമതി ഇപ്പോൾ അവിടുത്തെ അവര് ജനങ്ങളെയും അവരുടെ ലീഡർ ആയിട്ടുള്ള മറിയത്തിനെയും നോക്കുക. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു അശ്വാത്മാവും അതുപോലെ തന്നെ റേ ഇരിക്കുകയാണ്. റേക്ക് അശ്വാത്മാവ് പഴയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ യുദ്ധത്തിൽ അശ്വാത്മാവിന് നേരിടേണ്ടി വന്ന ആ ഒരു മഹാധീരനെ കുറിച്ച്. അതാരാണ് ചോദിച്ചപ്പോൾ അർജുനൻ. ഗാന്ധീവം എന്ന ആ പവർഫുൾ ആയിട്ടുള്ള ആയുധം കയ്യിലുള്ള അർജുനൻ. അതിന്റെ ആ ഒരു വിഷ്വലൊക്കെ നമ്മളിപ്പോ കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ സിനിമയിൽ തന്നെ യുദ്ധം ഇത്ര അടിപൊളിയായിട്ട് കാണിച്ചൊരു സിനിമ ഉണ്ടായിട്ടുണ്ടാവില്ല. വളരെ കുറച്ച് സമയം ഇത് കാണിക്കുന്നുണ്ടെങ്കിലും ഗംഭീരം എന്ന് പറയാം, അത്രയും നല്ല വിഷ്വലൈസേഷൻ. സോ അർജുനൻ അദ്ദേഹത്തിന്റെ ആ ഒരു ഗാന്ധീവം ഉപയോഗിച്ചിട്ട് വളരെ നിസാരമായിട്ട് തന്നെ അശ്വാത്മാവിനെ തോൽപ്പിച്ചിട്ടുണ്ട്. ആ കഥയെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പൊ റേ ചോദിക്കുകയാണ്, അപ്പോ അദ്ദേഹമായിരുന്നു, അർജുനനായിരുന്നു ഏറ്റവും വലിയ ധീരൻ ചോദിക്കുമ്പോൾ ഇപ്പൊ അശ്വാത്മാവ് പറയാണ്, അല്ല, എന്റെ കയ്യിൽ ഈ വടി കണ്ടോ, ഒരു വയസ്സിന്റെ ഒന്ന് വടിയായിട്ട് നിങ്ങൾക്ക് ഇത് തോന്നുകയാണെങ്കിൽ എന്റെ ഉറ്റ മിത്രമായിട്ടുള്ള അവന്റെ ആയുധമാണിത്. അവനാണ് ആ പോരാട്ടത്തിലെ ഏറ്റവും വലിയ ധീരൻ, പോരാളി എന്ന് പറയണം. പക്ഷെ അതാരാണെന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ആയുധം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് അശ്വാത്മാവിനോട് റേ ചോദിക്കുമ്പോൾ അശ്വാത്മാവ് പറയാണ്, അത് അവന്റെ കയ്യിൽ എത്തിയാൽ മാത്രമേ പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമായിട്ട് മാറുള്ളൂ. എന്റെ കയ്യിൽ ഇതിരിക്കുകയാണെങ്കിൽ വെറും ഒരു ഊന്നുവടിയായിട്ട്, അത്രയേ ഉള്ളൂ. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഭൈരവയെ കാണിക്കുകയാണ്. ബുജിയാകെ തകർന്ന് തരിപ്പണായി എന്ന് പറഞ്ഞില്ല, അതിനെ പൂർണ്ണമായിട്ടും അവൻ റീബിൽഡ് ചെയ്തെടുക്കുകയാണ്. മാത്രമല്ല അവൻ അറസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു റിബല് അവന് ശംബാല അറിയാലോ. അപ്പൊ ഭൈരവ ഇങ്ങനെ സങ്കടം പറഞ്ഞായിരുന്നു, എനിക്കിനി ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, അങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ഈ റിബല് വിശ്വസിക്കുകയാണ് ഇവനൊരു പാവാണ്, ഇവനെയും കൂടെ കൂട്ടാ. അങ്ങനെ ഈ റിബല് പറയാണ്, വാ നമുക്ക് ശംബാലയിലേക്ക് പോവാം, അവിടെ വെച്ച് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പോരാടാന്ന് പറയാണ്. അത് തന്നെയായിരുന്നു ഭൈരവക്കും വേണ്ടത്. അങ്ങനെ ഈ റിബലിന്റെ കൂടെ ഭൈരവ ബുജിയുമായിട്ട് നേരെ ആ മലയുടെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ വലിയൊരു പാറ കാണുകയാണ്. അതിൽ കൊണ്ടിട്ട് ഇടിക്കാൻ വേണ്ടി ഈ പയ്യൻ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ബുജി പറയാണ്, ഇടിക്കേണ്ട, ഇടിച്ചാൽ പൊടി പോലും ഉണ്ടാവില്ല എന്ന്. എന്നാൽ ഇനിയൊരു തിരിച്ചുപോക്കില്ല, മരണമെങ്കിൽ മരണം. ഇത് രണ്ടും കൽപ്പിച്ച് ഭൈരവ ആ ഒരു കല്ലിലേക്ക് ഈ വാഹനം ഇടിച്ചു കയറ്റുകയാണ്. എന്നാൽ ഇവർ നേരെ ആ ഒരു മാന്ത്രിക ഗേറ്റിലൂടെ കടന്ന് ശംബാലയിലേക്ക് എത്തുകയാണ്. അവരുള്ളിലേക്ക് വന്നപ്പോൾ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ കൂടെ ആ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായത് കൊണ്ട് തന്നെ ഭൈരവിക്ക് നിസാരമായിട്ട് ഉള്ളിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. വന്ന സമയത്ത് മറ്റേ ആളുണ്ടല്ലോ ഈ ചെറുപ്പക്കാരനോട് പറയണം, കേട്ടോ ഇവിടെ ഒരുപാട് ശുഭസൂചന വന്നിട്ടുണ്ട്, അമ്മ വന്നു, അതുപോലെ തന്നെ മഴ പെയ്തു, ആ ഒരു മരത്തില് കിളിർപ്പുണ്ടായി, എന്തൊക്കെയായാലും ശുഭസൂചന. അതുപോലെ തന്നെ നമ്മുടെ ബ്രോയും വന്നിട്ടുണ്ടല്ലോ, ഇനി നമ്മൾ ഈ യുദ്ധത്തിൽ ജയിക്കും. പറഞ്ഞു തീർന്നില്ല, ഭൈരവ അപ്പൊ തന്നെ ഇവരെ ചതിക്കുകയാണ്. രണ്ടുപേരെയും കഴുത്തിൽ എന്തൊരു മിഷീൻ വെച്ച് അവരെ ബോധം കെടുത്തിയിടുകയാണ്. അതായത് ഭൈരവ ഈ വിവരം ഇനി ആർക്ക് കൊടുക്കും? കമാൻഡർ മാനസിന് കൊടുക്കും. അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് ഇപ്പൊ വരികയും ചെയ്യും. സംഭവം എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയ അശ്വാത്മാവ് വേഗം സുമതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നമുക്ക് ഇവിടുന്ന് വേഗം പോവാം, ഇവിടെ ആപത്തുണ്ട് എന്ന് പറയാണ്. അങ്ങനെ അശ്വാത്മാവിന്റെ കൂടെ സുമതി ഇവിടുന്ന് പോവാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് മറ്റൊരു അശ്വാത്മാവ് വരികയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് തിരിയുന്നില്ല. ഈ രണ്ട് അശ്വാത്മാവും അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാണ്. ഫൈറ്റിനൊടുവിൽ ഒരാൾ തോൽക്കുന്നുണ്ട്. അയാളുടെ രൂപം ഇപ്പോൾ ഭൈരവയുടെ കോലത്തിലേക്ക് വരികയാണ്. അതായത് സുമതിയെ വന്ന് വിളിച്ചത് ഭൈരവിയായിരുന്നു, വേഷം മാറി വരിക. ഇവിടെ വെച്ച് ഉഗ്രം ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ ഫൈറ്റിലെല്ലാം ഭൈരവ തോൽക്കുകയല്ലാതെ അവന് ജയിക്കാൻ കഴിയുന്നില്ല. ഭൈരവക്ക് നേരെ ഇപ്പൊ അശ്വാത്മാവ് ആ ഒരു വടി വെച്ച് എറിയുന്നുണ്ട്. എന്നാൽ എങ്ങനെയൊക്കെയോ അവനത് ഒഴിഞ്ഞു മാറുകയാണ്. വടി ഇപ്പോൾ അവിടെയുള്ള ആ ഒരു സ്റ്റെപ്പിൽ ചെന്ന് വീഴുന്നുണ്ട് കേട്ടോ. വീണ്ടും അശ്വാത്മാവിന്റെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടുന്നുണ്ട്. കിട്ടി അവസാനം ഒരു കുഴിയിലേക്ക് അവൻ ചെന്ന് വീഴുന്നുണ്ട്. പിന്നീട് ചാടി വരുന്നത് ബുജിയുമായിട്ടാണ്. ഭൈരവ് ഇപ്പോൾ അശ്വാത്മാവിനെ നോക്കിയിട്ട് പറയണം, ഇത്തവണ ഞാൻ വെറുതെ അല്ല വന്നത്, നല്ല പ്രിപ്പറേഷനിലാണ്. അതായത്
അതായത് ബുജിയെ ഒരു വലിയ റോബോട്ടാക്കി തന്നെ അവൻ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റയടിക്ക് ഇനി അശ്വത്മാവിന് നമ്മുടെ ഭൈരവയും ബുജിയും തോൽപ്പിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം അത്രയും നല്ലൊരു ബോഡി ഉണ്ടാവും ഇപ്പോൾ. സോ രണ്ടുപേരും നമ്മൾ ഈക്വൽ ആയിട്ട് നന്നായിട്ട് പോരാടുകയാണ്. ഇതേ സമയത്ത് തന്നെ കമാൻഡർ മാനസും അവന്റെ ആ ഒരു പട്ടാളക്കാരും കൂടെ ഈ ഒരു ശംബാലയുടെ ആ ഒരു മതിൽക്കെട്ടുകൾ ഇതെല്ലാം തകർത്ത് ഈ രഹസ്യ സ്ഥലത്തേക്ക് വരികയാണ്. ഒരുപാട് വലിയ യുദ്ധം തന്നെ അവിടെ വെച്ച് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഭൈരവ അതുപോലെ തന്നെ നമ്മുടെ അശ്വാത്മാവ് രണ്ടുപേരെയും നോക്കുകയാണെങ്കിൽ അശ്വാത്മാവ് ട്രിക്കിലൂടെ അവനെ വീഴ്ത്തുകയാണ്. ശംബാലയിലെ കുറെ ആൾക്കാരൊക്കെ ഇപ്പോൾ മാനസിന്റെ ആൾക്കാരുടെ വെടിയേറ്റ് താഴേക്ക് വീഴുന്നുണ്ട്. എന്നാൽ ഇനി ഇവിടെ സുമതിയെ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മറിയം അവൾ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ്. അപ്പൊ ഇതിന് തടസ്സമായിട്ട് വന്ന കമാൻഡറുടെ ഒരാളുടെ ഒരു വാഹനം അതിനെ മറിയത്തിന്റെ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ഒരു പ്രത്യേകതരം ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് പോലെയുള്ള ഒരു ചാട്ട ഇത് വെച്ച് കറങ്ങി ചെന്ന് അടിച്ച് പൊട്ടിച്ചു കളയാണ്. ഈ സമയത്ത് സുമതിയുമായിട്ട് ആ ഒരു ഷിപ്പ് അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ ഈ ഷിപ്പിനെ കമാൻഡർ മാനസിന്റെ ആ ഒരു ഷിപ്പ് ഉണ്ടല്ലോ ഭയങ്കര പവർഫുൾ ആയിട്ട് ഒരു വെപ്പൺ അതിന്റെ ഉള്ളിലുണ്ട്. ആ വെപ്പൺ ഉപയോഗിച്ച് അതിനെ പൊട്ടിച്ചു കളിയാണ്. എന്നാൽ സുമതി അതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ആ കാര്യം കമാൻഡർ മാനസ് കണ്ടുപിടിക്കാൻ ഇയാളുടെ കയ്യിൽ ഒരു മാന്ത്രികമായിട്ടുള്ള ഒരു കയറുണ്ട്. മാന്ത്രികമായിട്ടുള്ള കയറല്ല, ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കയറാണ്. സോ അത് ഉപയോഗിച്ചുകൊണ്ട് സുമതിയെ കെട്ടിവരഞ്ഞ് മുകളിലേക്ക് ഇയാളുടെ ഷിപ്പിലേക്ക് കൊണ്ടുപോവാണ്. എന്നാൽ അപ്പോഴേക്കും ശംബാലയിലെ ഒരു പട്ടാളക്കാരൻ വന്നിട്ട് സുമതിയെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചുള്ള കയറുണ്ടല്ലോ അത് തകർന്നു പോകണേ. എന്നാൽ സുമതി നേരെ താഴേക്ക് വീഴുകയാണ്. താഴേക്ക് വീണ് സുമതിയെ രക്ഷപ്പെടുത്താനായിട്ട് ഇപ്പൊ അശ്വാത്മാവ് നോക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പിടുത്തം കിട്ടിയില്ല. എന്നാൽ മറ്റൊരാളുടെ കൈ വന്നിട്ട് സുമതിയെ പിടിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഭൈരവ തന്നെ. ഭൈരവ സുമതിയെ പിടിച്ചു. ഭൈരവയെ ഇപ്പോ അശ്വാത്മാവും പിടിക്കുകയാണ്. രണ്ടുപേരെയും രക്ഷിച്ച് മുകളിലേക്ക് കൊണ്ടുവന്ന അശ്വാത്മാവിന് ഒരിക്കലും വിശ്വാസമില്ലാത്ത ഒരാളാണ് ഭൈരവ. ഒരു ചതിയനാണല്ലോ. അതുകൊണ്ട് തന്നെ അവനെ തൂക്കി പിടിച്ച് ഒരേറ്റ ഇടി കൊടുക്കണം. ആ ഇടിയിൽ തെറിച്ചു പോയി വീണ ഭൈരവയുടെ ബോധം തന്നെ പോവാണ്. എന്നാൽ ഈ സമയത്ത് അശ്വാത്മാവിന്റെ ദേഹത്ത് ഒരുപാട് ചാട്ടവാറുകൾ വന്നിട്ട് അത് ഇറക്കി പിടിക്കുകയാണ്. അത് നിലത്തോട് ജോയിന്റ് ആവുന്നുണ്ട്. സോ ആ ഒരു ടെക്നോളജിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് അശ്വാത്മാവിന് കഴിയുന്നില്ല. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഈ കമാൻഡർ മാനസ് സുമതിയെ ഉപദ്രവിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് അയാളുടെ ഷിപ്പിലേക്ക് കൊണ്ടുപോവാണ്. എന്നാൽ അടി കൊണ്ട് ബോധം കെട്ടി കുറച്ച് അപ്പുറത്ത് ഒരാൾ കിടക്കുന്നുണ്ടല്ലോ നമ്മുടെ ഭൈരവ. അവിടെ തന്നെയാണ് നമ്മുടെ അശ്വാത്മാവിന്റെ കയ്യിൽ നിന്നും തെറിച്ചുപോയ ആ ഒരു വടിയുള്ളത്. ഇപ്പൊ അറിയാതെ ആ ഒരു വടി നമ്മുടെ ഈ ഭൈരവയുടെ കയ്യിൽ തട്ടുമുണ്ട് മച്ചാമാരെ കഥയിലെ മെയിൻ ട്വിസ്റ്റ് ഇവിടെ വെച്ച് കാണിക്കുന്നത്. ആ ആയുധം ഇപ്പൊ ഓണാവുകയാണ്. അതിന്റെ ആ ഒരു എനർജി ഭൈരവയുടെ ഉള്ളിലേക്ക് വരികയാണ്. പിന്നീട് ഭൈരവ എഴുന്നേറ്റൊരു നിൽപ്പുണ്ട്. എന്നിട്ടൊരു ചോദ്യവും, ആചാര്യപുത്ര ഞാൻ വരാൻ വൈകിയോന്ന്. അതായത് ദ്രോണാചാര്യരുടെ മകനായിട്ടുള്ള അശ്വാത്മാവിനോട് നമ്മുടെ ഭൈരവ ചോദിക്കുകയാണ്, അല്ല ആരാണ് ഈ ഭൈരവ? യുദ്ധക്കളത്തിൽ ഏറ്റവും വലിയ ധീരനായിട്ടുള്ള ആ മനുഷ്യന്റെ പുനർജന്മം തന്നെയാണ് ഭൈരവ. അതുകൊണ്ടാണല്ലോ അശ്വാത്മാവിന്റെ കയ്യിലുള്ള ആ വടി ഇപ്പോ ഓണായത്. പിന്നീട് അങ്ങോട്ടൊന്നും പറയണ്ട, ഈ കമാൻഡർ മാനസിന്റെ ഓരോ ആൾക്കാരെയും വെട്ടി പൊളിച്ചിടുകയാണ്. കമാൻഡർ മാനസ് ഇപ്പോ ഭൈരവയെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ആയുധം വെച്ച് അതിന്റെ ആ ഒരു പവറിനെ ഇല്ലാതാക്കി ഇയാളുടെ നെഞ്ചിലേക്ക് തന്നെ അത് കുത്തി കയറ്റി കമാൻഡറിനെ കൊന്നുകളയാണ്. പിന്നീട് സുമതിയെ എടുത്തുകൊണ്ട് നമ്മുടെ ഭൈരവ താഴേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഭൈരവയുടെ കയ്യിൽ ആ ഒരു വെപ്പൺ ഇല്ല. സോ നോർമലായിട്ടും ഭൈരവനായിട്ട് തന്നെ മാറുകയാണ്. അപ്പൊ തന്നെ ബുജി വിളിക്കുന്നുണ്ട്, ഭൈരവ സാധനം കിട്ടി, വേഗം വണ്ടിയിലേക്ക് കയറിക്കും. സാധനം കയ്യിൽ കിട്ടിയോ? എന്നാ കയറാന്ന് പറഞ്ഞിട്ട് അവൻ വേഗം പോയിട്ട് ബുജിയുടെ ആ ഒരു വാഹനത്തിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. വേഗം സുമതിയുമായിട്ട് ഇവിടുന്ന് പോകാൻ നോക്കുമ്പോൾ നമ്മുടെ അശ്വാത്മാവ് ആ വണ്ടി പിടിച്ചു നിൽക്കുക. അതിന് വിടുന്നില്ല. സുഹൃത്തെ നിൽക്ക്, ഞാൻ പറയുന്നത് കേൾക്കുന്ന അശ്വാത്മാവ് അവനോട് ഇങ്ങനെ പറയാണ്. എന്നാൽ ഭൈരവയ്ക്ക് എന്ത് സുഹൃത്ത് ആരാന്ന് പോലും അറിയില്ല. അവന്റെ കയ്യിൽ ആ ഒരു വെപ്പൺ കിട്ടുമ്പോൾ മാത്രമേ പുനർജന്മത്തിലെ അവൻ ആരാണെന്ന് അവൻ അറിയുള്ളൂ. എന്തായാലും അശ്വാത്മാവിനെ അവനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഭൈരവ സുമതിയുമായിട്ട് ഇവിടുന്ന് പോവുകയാണ്. ഈ സമയത്താണ് ആരാണ് അശ്വാത്മാവിന്റെ ആ ഒരു കൂട്ടുകാരൻ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ പോർക്കളത്തില് കുരുക്ഷേത്ര യുദ്ധത്തില് നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അർജുനൻ. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഗാണ്ഡീവം എന്ന ആയുധത്തെ ആർക്കും തടുക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ അശ്വാത്മാവാണെങ്കിൽ തെറിച്ച് വീഴുകയാണ്. ഇതേ സമയത്ത് അർജുനൻ അയച്ച ആ അമ്പിനെ മറ്റൊരു അമ്പ് വന്നിട്ട് അതിനെ തകർത്ത് കളയാണ്. നോക്കുമ്പോ ആരാണ്? അത് പറയാൻ വരട്ടെ, അതിന് മുന്നേ ആയിട്ട് അവനെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ആ അമ്പും വില്ലും വെച്ചൊരു യുദ്ധം നടന്നേല് നമ്മുടെ അർജുനന്റെ തേര് 2 അടി പിന്നിലേക്ക് പോയി. എന്നാൽ ആ വന്ന ആളുടെ തേര് 10 അടി പിന്നിലേക്ക് പോയി. ഇത് കണ്ട് അർജുനൻ പറയാണ്, കണ്ടോ എന്റെ തേര് 2 അടി മാത്രമേ പിന്നിലേക്ക് പോയിട്ടുള്ളൂ. എന്നാൽ ആ തേരിനെ നയിക്കുന്ന കൃഷ്ണൻ പറയാണ്, ശരിയാണ് നിന്റെ തേര് 2 അടി മാത്രമേ പിന്നിലേക്ക് പോയിട്ടുള്ളൂ. എന്നാൽ ആലോചിക്കണം, നിങ്ങളുടെ ഈ രഥം അഗ്നിദേവന്റെ വരമാണ്. ഇതിന് കാവൽ നിൽക്കുന്നതോ ആഞ്ജനേയൻ, അതായത് ഹനുമാൻ സ്വാമി. പിന്നെ ഇതിന്റെ തേരാളിയായിട്ട് ത്രിലോകനാഥനായിട്ടുള്ള കൃഷ്ണനും. ഇതൊക്കെ ഉണ്ടായിട്ടും 2 അടി പിന്നിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ആരാണ് മോർ പവർഫുൾ ആയിട്ടുള്ള ആള്? ആ വന്ന ആള് തന്നെ. ആരാണ് അയാള്? സൂര്യപുത്രനായിട്ടുള്ള കവച കുണ്ടലങ്ങളുമായിട്ട് ജനിച്ച കർണൻ തന്നെ. ആ ഒരു വിഷ്വല് കാണിക്കുമ്പോഴുള്ള ഒരു രോമാഞ്ചം, ആ ഒരു കഥ അറിയുന്നവർക്ക് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. തിയേറ്ററിനൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഞാനിങ്ങനെ തണുത്ത് വിറക്കരുത്, എന്തൊരു രസമായിരുന്നു അറിയോ? അതെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടോണ്ടിരുന്ന ഭൈരവന്റെ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ചുമ്മാ അശ്വാത്മാവിന്റെ കയ്യിൽ നിന്ന് മടി മേടിക്കാൻ വേണ്ടി വന്ന ആ ഒരു ക്യാരക്ടർ ഒന്നുമല്ല. ഈ കഥയിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ, കർണന്റെ പുനർജന്മം, അതാണ് ഭൈരവ. സോ ആ ഒരു രഹസ്യം അശ്വാത്മാവ് മനസ്സിലാക്കി. എന്നാൽ അത് ഈ ഭൈരവക്ക് തന്നെ മനസ്സിലാവുന്നില്ല അവൻ കർണന്റെ പുനർജന്മാനെന്ന്. അവസാനമായിട്ട് മറ്റൊരു കാര്യം കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സുമതിയെ എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ ഒരേ ഒരു ഡ്രോപ്പ് സിറം കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ സിറവുമായിട്ട് ഈ കൗൺസിലർ ബാണി നേരെ പോകുന്നത് യാസ്കിന്റെ അടുത്തേക്കാണ്.
സുപ്രീം യാസ്കിന്റെ അടുത്തേക്ക്. ആ ഒരു തുള്ളി സെറം ഇപ്പോ യാസ്കിൻ അദ്ദേഹത്തിന്റെ നെഞ്ചത്തേക്ക് വെക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരം മാറാൻ തുടങ്ങി. മാറി 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 ഏകദേശം 160 വയസ്സോളം കുറഞ്ഞ് ഒരു 40 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളുടെ ശരീരത്തിലേക്ക് യാസ്കിൻ മാറുകയാണ്. മാത്രമല്ല ഇതെങ്ങനെയാണ് യാസ്കിൻ ഈ ഒരു രീതിയിലേക്ക് മാറിയത്? കൽക്കി, ജനിക്കാൻ പോകുന്ന കൽക്കിയുടെ ആ ഒരു അംശം കൊണ്ടാണ് ഇയാൾ എങ്ങനെയായി മാറിയത്. മാത്രമല്ല ആർക്കും തൊടാൻ കഴിയാത്ത അർജുനന്റെ ആ ഒരു ഗാണ്ഡീവം അത് വളരെ നിസാരമായിട്ട് തന്നെ യാസ്കിൻ എടുത്ത് പൊക്കുകയാണ്. അതായത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. കലികാലം എന്ന് പറയുന്ന ആ കലികാലത്തിലെ കലി, സുപ്രീം യാസ്കിൻ എന്ന ആ രാക്ഷസൻ അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. എന്നാൽ ഇതൊരു അവസാനമല്ല, ജസ്റ്റ് ബിഗിനിങ്, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കർണനായി മാറിയ ഭൈരവ ഒരിച്ചിരി നേരല്ലേ നമുക്കത് കാണാൻ പറ്റിയുള്ളൂ. എന്താ അടിപൊളി സീനായിരുന്നു അതൊക്കെ. എന്തായാലും രണ്ടാം ഭാഗത്തിനായിട്ട് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കഥ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, എന്നാൽ ഇത് കണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അത്രയും അടിപൊളി സിനിമയാണ്. അപ്പൊ എന്തായാലും കഥ ഇഷ്ടമായ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.